ഈ വാസ്തു എന്ന് പറയുന്നത് നമ്മൾ അവെയർ ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ലൈഫിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്, അതുകൊണ്ടാണ് ഈസ്റ്റിലേക്കുള്ള ഓപ്പണിംഗ് നല്ലത്. സണ്ണിൽ നിന്നുള്ള എനർജി നമ്മൾ സ്വീകരിക്കുക. പടിഞ്ഞാറ് തെക്കേ മൂലയിൽ ഒരു കിച്ചൺ പണിഞ്ഞു, അതിനെ ഒന്ന് അങ്ങോട്ടൊന്നും തിരിച്ചു വെച്ചാൽ എങ്ങനെയാണ് ഈ ദൗർഭാഗ്യം പോയിട്ട് ഭാഗ്യം വരിക? നമ്മുടെ ശരീരം പഞ്ചഭൂത തത്വങ്ങളും ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെയാണ് ഈ കെട്ടിടം. അപ്പോൾ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ മെയിൻ ഡോർ ഇങ്ങോട്ടാക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ കിണർ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനത്ത് പണിയുന്ന ഒരു ഇമ്പാക്റ്റ് ഒരു ഫിഷ് ടാങ്കോ ഇന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചാലില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു കാലുവേദന ഉണ്ട്, ആ കാലുവേദനയുടെ കറക്റ്റ് കാരണം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയാണ് നമ്മളിവിടെ കേരളത്തിൽ ഫോളോ ചെയ്യുന്നത്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി വാസ്തു കൺസൾട്ടന്റും എഞ്ചിനീയറുമായ അപർണ എസ് അനിലാണ്. അപർണ, നമസ്കാരം. നമസ്കാരം. ഈ പ്രായം കുറഞ്ഞൊരു വാസ്തു കൺസൾട്ടന്റിനെ കുറച്ച് ആളുകൾക്ക് ശേഷമാണ് തോന്നുന്നു കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ വാസ്തു മേഖലയിലേക്ക് കടന്നു വന്നത്? ഞാൻ ബേസിക്കലി ബിടെക് സിവിലാണ്. സിവിൽ കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാനൊക്കെ വരച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ വാസ്തുപ്രകാരമുള്ള പ്ലാനാണോ എന്നൊക്കെ എല്ലാവരും അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിന് നമ്മൾ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാസ്തു കൺസൾട്ടന്റിനെ കാണിച്ച് ഒത്തിരി റിവിഷൻസ് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാരും ഇതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഈ ക്ലയൻസിൻ്റെ ഒത്തിരി ഓട്ടം അവസാനിപ്പിക്കാൻ വേണ്ടി ഒന്ന് പഠിച്ചാലോ എന്ന് മാത്രം വിചാരിച്ചാലേ എനിക്കിതിനോട് വലിയ താല്പര്യമോ അല്ലെങ്കിൽ എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിനൊരു സയൻറ്റിഫിക് ബേസ് ഉണ്ട് എന്ന് മനസ്സിലായത്. നമ്മൾ അവെയർ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഈ സറൗണ്ടിങ് എനർജി നമ്മുടെ ലൈഫിലെ പല ഏരിയാസിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ വീട് ഇന്ന രീതിയിലൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഇന്ന കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീടുമായിട്ട് കമ്പയർ ചെയ്താണ് പഠിച്ചത്. അങ്ങനെ എൻ്റെ വീട് ശരിയാക്കിയാണ് കംപ്ലീറ്റ്ലി എനിക്കൊരു ബിഫോർ ആഫ്റ്റർ ഫേസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 5 വീടുകളുടെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ നമുക്ക് പേഴ്സണലി അറിയാവുന്ന 5 വീടുകളെ സെലക്ട് ചെയ്ത് ഓരോ ആൾക്കാർ ചെല്ലുമ്പോഴും അവർ ഓരോ പ്രശ്നങ്ങളാണ് പറയുന്നത്. ചിലർ പറയും ഇഷ്ടംപോലെ കാശ് വരുന്നുണ്ട്, കൈ നിൽക്കണില്ല, ചിലർ പറയും അസുഖമുണ്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ പ്രശ്നത്തിന് ഇന്നതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വന്നു. നമ്മൾ ക്ലാസ്സിൽ കേട്ട കാര്യം അങ്ങനെ തന്നെ പറഞ്ഞു എന്നുള്ള കാര്യം ചെയ്തോളൂ. ഒരു 7-8 മാസങ്ങൾക്ക് ശേഷം ഈ പോയ വീട്ടിലെ ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു. ചിലപ്പോൾ എന്നെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ടും നമ്മൾ പിക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും അവരത് ഓർത്തത്. അന്ന് നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, എന്നിട്ട് ഇന്ന വ്യത്യാസം ഉണ്ടായി എന്ന് വിളിച്ചു. അപ്പോൾ പറഞ്ഞു കൊടുത്ത് ഞാനും ഭയങ്കര അത്ഭുതത്തോട് കേട്ട് നിന്നൊരു മൊമെൻറ്റാണ്. കാരണം അവരുടെ എനർജി ലെവലിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് എന്നോട് സങ്കടപ്പെട്ടിരുന്ന ആളുടെ എനർജി ലെവലല്ലായിരുന്നു ഞാൻ സൗണ്ട് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പോലും. അപ്പോൾ എനിക്കും ഒരു ബിഫോർ ആഫ്റ്റർ ഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ പൊതുവേ ഒരു പുതിയ പ്ലാനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാധനമല്ല, എക്സിസ്റ്റിംഗ് വീട്ടുകാർക്കും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ റിയലൈസ്. ഞാനൊരു ഇന്റർവ്യൂ നിശാന്തോപ്പിൽ സാറുമായിട്ട് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റുമെങ്കിൽ എല്ലാ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളും വാസ്തുശാസ്ത്രം പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പഠിച്ച ഒരാളെ മുന്നിൽ കാണാൻ പറ്റിയതിൽ സന്തോഷം. നിശാന്ത് സാറാണ് എൻ്റെ ഗുരു. അത് മറ്റൊരു സന്തോഷം. അതെ, ഒരുപാട് സന്തോഷം അത്. ഓക്കെ, അപ്പം വാസ്തു ആളുകൾ അത് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ പഠിച്ചു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും എഞ്ചിനീയറിംഗ് ഭാഗത്തേക്കാൾ കൂടുതലും ചെയ്യുന്നത് വാസ്തു കൺസൾട്ടേഷൻ ആണ്. അതെ, ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പ്ലാൻ ഒക്കെ വരയ്ക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഈ എക്സിസ്റ്റിംഗ് വീട്ടിൽ ഇതുപോലെ സൊല്യൂഷൻ കൊടുക്കുന്ന അധികം ആൾക്കാരില്ല. അപ്പോൾ ആ ഒരു ക്ലയൻസ് ഫീഡ്ബാക്ക് ആണ് എന്നെ ഇതിലേക്ക് തന്നെ നിർത്താൻ ഒരു മെയിൻ ഘടകമായി മാറിയത്. അതിൽ ബിസിനസ് സാധ്യത കണ്ടെത്തി. അതെ. ഇപ്പോൾ കൂടുതലും ചെയ്യുന്ന പുതിയ വീടുകളാണോ അതോ പഴയ വീടുകളുടെ വാസ്തു കറക്ഷൻ ആണോ? ഒരു 80% നമുക്ക് ഉള്ളത് എക്സിസ്റ്റിംഗ് വീടുകളാണ്. എല്ലാം ചെയ്യാറുണ്ട്. ശരി. ചില വീടുകളിലൊക്കെ പോകുമ്പോൾ, ഇപ്പം ഞങ്ങളൊക്കെ ചില കൂട്ടുകാരുടെയൊക്കെ വീടുകളിലൊക്കെ പോകുമ്പോൾ മുറ്റത്ത് നല്ല വീടൊക്കെ ആയിരിക്കും. അപ്പം മുറ്റത്ത് ഒരു കട്ടിളയും കുറച്ച് പാറപ്പൊടിയും എംസാൻഡും 2 സിമെന്റും മെറ്റിലൊക്കെ ഇറക്കി ഇടുന്നതാണ് ഞങ്ങൾ തമാശയ്ക്ക് ചോദിക്കാറുണ്ട്. വാസ്തുക്കാരനെ വിളിച്ച് കാണിച്ചോടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില നല്ല വീടുകളിലൊക്കെ വാതിലൊക്കെ മാറ്റി വെക്കാൻ പറയുമ്പോൾ മനസ്സിനൊരു സങ്കടം ഉണ്ടാവാറില്ലേ? ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസാണ്. നമ്മൾ ചുമ്മാ ഒന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ നടക്കാൻ പോയി നമ്മളൊന്ന് വീണു കഴിഞ്ഞപ്പോൾ കാലിൽ നല്ല വേദനയാണ്. പിന്നെ പൊട്ടലുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. ചിലപ്പോൾ പൊട്ടലുണ്ടെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ നമ്മൾ ബാൻഡേജ് ഇടും അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടും, കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്യാനുള്ള കാരണം അതിൻ്റെ ഒരു പർപ്പസ് നമുക്കറിയാമല്ലേ. നമുക്ക് ഇനി ലൈഫിൽ ഇനി നാളെ ജോലിക്ക് പോകണമെങ്കിലും വർക്ക് ചെയ്യാൻ പോകണമെങ്കിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എണീറ്റ് നടക്കണം. അപ്പോൾ ഇത് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. വാസ്തുവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ പേർപ്പസിനെ പറ്റി ക്ലിയർ അല്ല, ചുമ്മാ എന്തോ പൊളിച്ചു പണിയുന്ന ഒരു സാധനം എന്നാണ്.
പക്ഷെ നമ്മളെപ്പോഴും എക്സിസ്റ്റിംഗ് വീട് കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്ന ഏരിയ ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കരിയർ ആയിരിക്കാം. അത്തരം ഏരിയാസിൽ ഒരു എനർജി ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിസ്സാരമായിട്ട് നമുക്ക് ആ വീടിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വ്യത്യാസം വരുമെങ്കിൽ നമ്മൾ ഒരു അസുഖത്തിൻ്റെ പിന്നാലെ പോയി കുറേ വേദനയൊക്കെ അനുഭവിച്ച് കുറേ കാശ് ചിലവാക്കണേക്കാളും അല്ലെങ്കിൽ ഒരുപാട് കടം കയറി ഒക്കെ ബുദ്ധിമുട്ടണേക്കാളും ഏറ്റവും ഈസി അല്ലേ അത്. അപ്പോൾ ഈ ക്ലാരിറ്റി, ആ ഒരു പേർപ്പസ് നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആകുമ്പോഴാണ് ഇത് നമുക്ക് ചെയ്യാൻ തോന്നുന്നത്. ഒരു വീടിന്റെ നിർമ്മാണം കൊണ്ട് ഒരാളുടെ സ്വഭാവത്തിൽ പോലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും. അതായത് നമ്മുടെ എക്സ്പീരിയൻസസിനെയാണ് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ വാസ്തുശാസ്ത്രത്തിൽ പലതും കറക്ഷൻ പറയുമ്പോൾ പൊളിക്കേണ്ടി വരും, കൂട്ടിച്ചേർക്കേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ചൈനീസ് വാസ്തുശാസ്ത്രം ഫെങ്ഷോയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ പറയുന്നത് ചെമ്പ് കമ്പി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇന്ന പ്ലാന്റ് വെച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അതിലേക്കല്ലേ കൂടുതൽ പോവുക. അതെ, ഇത് ഓരോന്നും ഓരോ സ്ഥലത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ചൈനീസ് വാസ്തു അല്ലെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള എയറിനെയോ നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ്സിനെയോ യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ആ സ്ഥലത്തിനില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രിയാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഇവിടെ നാച്ചുറൽ എലമെന്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ മെയിൻ ഡോർ ഇങ്ങോട്ടാക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ കിണർ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനത്ത് പണിയുന്ന ഒരു ഇമ്പാക്റ്റ് ഒരു ഫിഷ് ടാങ്കോ ഇന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചാലില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു കാലുവേദന ഉണ്ട്, ആ കാലുവേദനയുടെ കറക്റ്റ് കാരണം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയാണ് നമ്മളിവിടെ കേരളത്തിൽ ഫോളോ ചെയ്യുന്നത്. ഇനി താൽക്കാലികമായിട്ടൊരു ആശ്വാസത്തിന് വേണ്ടി ഒരു പാരസെറ്റാമോൾ കഴിക്കുന്ന രീതിയാണ് ചൈനീസ് അല്ലെങ്കിൽ ഫെങ്ഷുയിലുള്ളത്. അപ്പോൾ രണ്ടിനും രണ്ട് പർപ്പസാണുള്ളത്. നമുക്ക് മറ്റേത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഇത് ഇത്രയും നമുക്ക് സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഈ ഇത്രയും കാലം കറക്റ്റ് ചെയ്തതിലേ ഈ 6-7 വർഷത്തെ കൺസൾട്ടേഷൻ ജീവിതത്തിൻ്റെ ഇടയിൽ ചെയ്തിട്ട് സക്സസ് ആവാത്ത ഏതെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ? അവരുടെ പ്രശ്നം മാറാത്ത ഏതെങ്കിലും പ്രൊജക്റ്റ്? അങ്ങനെ ചോദിച്ചാൽ ഒന്നും ഓർമ്മയില്ല. കാരണം ഈ പറയുന്ന കറക്ഷൻസ് ചെയ്യാനുള്ള ഒരു അവരുടെ ആക്ഷനിൽ ഒരു കാലതാമസം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിച്ചു കഴിഞ്ഞ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് മരുന്ന് കഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ അസുഖം മാറുള്ളൂ. മരുന്ന് ആരൊക്കെയാണോ ഈ മെഡിസിൻ കഴിച്ചിരിക്കുന്നത് അവരുടെ അസുഖം മാറും. അപ്പോൾ ആരൊക്കെയാണോ ഈ പറഞ്ഞ പോലെ ഈ കറക്ഷൻസ് ചെയ്തിട്ടുള്ളത് അവർക്ക് എന്തായാലും വ്യത്യാസങ്ങൾ വരും. അതായത് ഇതിനൊരു ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഷ്യൂറിറ്റി ഇല്ലാത്ത ഒരു സംഭവം, അല്ലെ, ഒരു മിസ്റ്റിക് സയൻസിൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നമുക്ക് തോന്നുന്നത്. ഇത് ശരിക്കും ഇത് ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു സയൻസാണ്, സയൻസ് തന്നെയാണ്. എന്താണ് വാസ്തുശാസ്ത്രത്തിന്റെ പിന്നിലെ ശാസ്ത്രീയത? അതായത് നമ്മളൊരു ഭൂമിയുടെ റൊട്ടേഷൻ്റെയും റെവല്യൂഷൻ്റെയും ബേസ് ആണ് ഇതിൻ്റെ ഒരു തിയറിയുടെ വൺ ഫോം. രണ്ടാമത്തെ ഫോം 5 എലമെന്റ്സ് തിയറി. നമ്മുടെ ശരീരം പഞ്ചഭൂത തത്വങ്ങളും ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെയാണ് ഈ കെട്ടിടം. അപ്പോൾ ഈ എത്രത്തോളം നാൾ നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുന്നോ, ഭൂമിയുടെ റൊട്ടേഷൻ്റെയും റെവല്യൂഷൻ്റെയും ബേസിസിലാണ് നമ്മൾ സൂര്യൻ സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്. അതുകൊണ്ടാണ് ഈസ്റ്റിലേക്കുള്ള ഓപ്പണിംഗ് നല്ലത്, സണ്ണിൽ നിന്നുള്ള എനർജി നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം, നമ്മൾ ഈ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ 5 എലമെന്റ്സാണ്. ഇത് രണ്ടും ഉള്ളിടത്തോളം കാലം ഈ വാസ്തു എന്ന് പറയുന്നത് നമ്മൾ അവെയർ ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ലൈഫിനെയൊക്കെ എഫക്റ്റ് ചെയ്യും, നമ്മൾ അവെയർ അല്ലെങ്കിലും. പക്ഷേ ഇത് യൂസ് ചെയ്ത് നമ്മുടെ ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഒരു പേഴ്സണൽ ഡിസിഷൻ. ഒരു വീട് വെക്കുന്നു, ആ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു ബെഡ്റൂം പണി, മാസ്റ്റർ ബെഡ്റൂം പണി. പടിഞ്ഞാറ് തെക്കേ മൂലയിൽ ഒരു കിച്ചൺ പണിയാണ്. അതിനെ ഒന്ന് അങ്ങോട്ടൊന്നും തിരിച്ചു വെച്ചാൽ എങ്ങനെയാണ് ഈ ദൗർഭാഗ്യം പോയിട്ട് ഭാഗ്യം വരിക? കൊള്ളാം, നല്ല ചോദ്യം. അപ്പോൾ നമ്മൾ പറയുന്നത് ഭൂമിയുടെ റൊട്ടേഷൻ്റെയും റെവല്യൂഷൻ്റെയും കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഭൂമിക്ക് ഓൾറെഡി ഒരു ചരിവുണ്ട്. അതായത് ഒരു 23.5 ഡിഗ്രി, നമ്മുടെ ലാലേട്ടനൊക്കെ പോലെ ഭൂമിക്ക് ഒരു ചെറിയ ചരിവുണ്ട്, 23.5 ഡിഗ്രി ചരിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ചരിഞ്ഞിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ചരിഞ്ഞിരിക്കുന്നത്, സൗത്ത് വെസ്റ്റാണ് ഉയർന്നിരിക്കുന്നത്. നമ്മളൊരു ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് ഒത്തിരി ലഗേജ് കൊണ്ട് ട്രാവൽ ചെയ്യണം എന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ലഗേജിനെയൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ബാക്കിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. കാരണം നമുക്കൊരു സ്റ്റെബിലിറ്റി കിട്ടും. നേരെ മറിച്ച് നമ്മളൊരു ഏതെങ്കിലും ഒരു വശത്താണെങ്കിൽ നമ്മുടെ ഒരു ബാലൻസ് പോകും, അല്ലേ? ഫ്രണ്ടിലാണ് നമ്മൾ കൊണ്ടുവയ്ക്കണമെങ്കിൽ അവിടെയും നമുക്ക് ആ ഒരു വിഷൻ കഷ്ടപ്പെടണം. അതെ, ഒരു വിഷൻ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ
സൗത്ത് വെസ്റ്റ് കോർണറിനെ നമ്മൾ സ്റ്റെബിലിറ്റി, അതുകൊണ്ടാണ് ഈ ചരിവിൻ്റെ ഭൂമിയുടെ ചരിവ് ഇന്നതുപോലെതായതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഇത്രയും ഭാരമൊക്കെ എടുത്തിട്ട് നമ്മളുടെ ഇത്രയും ആൾക്കാരുടെയും ഒക്കെ ഭാരമൊക്കെ താങ്ങി ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്, സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ചരിഞ്ഞ് ഇത്രയും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതുകൊണ്ടാണ് നമ്മൾ സൗത്ത് വെസ്റ്റ് കോർണറാണ് സ്റ്റെബിലിറ്റി, അവിടെയാണ് നമ്മൾ കൂടുതൽ ഹെവിനെസ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ മാസ്റ്റർ ബെഡ്റൂമിനുള്ള ലൊക്കേഷൻ ആയിട്ടൊക്കെ പറയുന്നത്. വെച്ചാൽ സേവിങ്സ് കോർണറാണ് അവിടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലല്ലേ നമ്മുടെ സേവിങ്സ് വെക്കണം. നമ്മൾ നോർത്ത് ഈസ്റ്റിൽ കിടന്നിട്ട് നമ്മുടെ കിച്ചണിൽ കൊണ്ടുപോയി നമുക്ക് ലോക്കർ വെക്കാൻ പറ്റില്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബേസിസ്. അപ്പോൾ ഏത് റൂള് വാസ്തുവിൽ നമുക്ക് എന്ത് റൂൾ ഉണ്ടോ ഇന്ന ഭാഗത്ത് ഇന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് ഭൂമിയുടെ മൂവ്മെന്റ് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും 5 സെന്റ് 10 സെന്റ് 7.5 സെന്റ് 6 സെന്റ് 4 സെന്റ് 3 സെന്റിൽ താമസിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് ഒരു വീട് വെക്കണം. ഫ്ലാറ്റ് സംസ്കാരം അല്ല ഞാൻ പറഞ്ഞത്, ഒരു വീട് വെക്കണം. അപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം ഈ വീടിന്റെ കിണറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് വടക്കേ മൂലയിലാണ്, ശരിയല്ലേ? ആ കിഴക്ക് വടക്കേ മൂലയിലായിരിക്കും നമ്മൾ കിണർ ഒഴിക്കാൻ പോകുന്നത്. അപ്പൊ താണ്ട് അയലോക്കത്തിരിക്കുന്ന 3 സെന്റുകാരൻ അവന്റെ കിഴക്ക് തെക്കേ മൂലയിൽ കൊണ്ടുവന്ന് സെപ്റ്റി ടാങ്ക് പണിയും. അപ്പൊ അവന്റെ സെപ്റ്റി ടാങ്കിലെ വെള്ളം ഊറ്റിറങ്ങുന്നത് ഈ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലെ ഊറ്റ് എന്താ പറയുന്നത്, ആ സെപ്റ്റി ടാങ്കിലെ ഊറ്റ് അലിച്ചരിച്ചിറങ്ങുന്നത് നമ്മുടെ കിണറ്റിലേക്കാ. അവിടെ മൊത്തം തെറ്റിയില്ലേ?